ഹലോ, എല്ലാവർക്കും റിങ്സ് ഓഫ് പവറിന്റെ രണ്ടാമത്തെ സീസൺ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയാണ് 5ാമത്തെ എപ്പിസോഡ് റിലീസ് ആയത്. ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ തുടങ്ങാം അല്ലെ? അപ്പൊ അടുത്ത ബെല്ലോട് കൂടി, അല്ലെങ്കിൽ വേണ്ട, 3ാമത്തെ എപ്പിസോഡിന്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ. ഡ്വാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള 7 മോതിരങ്ങളുടെയും പണി കഴിഞ്ഞു. പിങ്ക് ഡ്യൂറിൻ അതിൽ നിന്ന് ഒരു മോതിരം എടുത്ത് വിരലിൽ അണിഞ്ഞ് നേരെ തങ്ങളുടെ മൈൻഡിലേക്ക്, ഖനിയിലേക്ക് ചെല്ലും. എന്നിട്ട് രാജാവ് ഒരിടത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ കുളിക്കാനായിട്ട് ആവശ്യപ്പെടും. എന്നാൽ അത് ഫൗണ്ടേഷൻ വോൾ ആണെന്നും അതുകൊണ്ട് അത് പൊളിക്കാനായിട്ട് പറ്റില്ല എന്നും പ്രിൻസ് ഡ്യൂറിനും നാർവിയും പറയും. ആരുടെയും സഹായത്തിന് കാത്തു നിൽക്കാതെ രാജാവ് സ്വന്തമായി അവിടെ കുഴിക്കും. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചുവര് ഇടിഞ്ഞു വീണ് അതിൽ കൂടെ ഖസാദ് ഡൂമിലേക്ക് സൂര്യപ്രകാശം വരും. ഇതിലെല്ലാവർക്കും സന്തോഷം. എന്നാൽ ദിശയ്ക്ക് മാത്രം സംതിങ് ഫിഷി ആയിട്ട് തോന്നും. ഇതേ സമയം മറ്റൊരിടത്ത്, അതായത് കെലിബ്രിംബോറിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹവും അതുപോലെ തന്നെ നാർവിയും പിന്നെ വേറെ കുറച്ച് ഡ്വാർഫ്സും കൂടെ ചെറിയൊരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോർഡ് അനാറ്റാർ എന്ന പേരിൽ അവിടെ കയറി പറ്റിയിട്ടുള്ള നമ്മുടെ സൗറോൺ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയത്താണ് നാർവി ഡോർ ഓഫ് ഡ്യൂറിൻ അനാച്ഛാദനം ചെയ്യുന്നത്. ലോർഡ് ഓഫ് ദ റിങ്സിലെ ഫ്രോഡോ ബാഗിൻസും സംഘവും മോർഡറിലേക്ക് പോകുന്ന വഴി ഈ ഡോറ് തുറക്കാനായിട്ട് കുറച്ച് പാടുപെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ വാതിലാണ് ഈ വാതിൽ. ഖസാദ് ഡൂമിന്റെ പടിഞ്ഞാറൻ ഗേറ്റ്, അൺബ്രീച്ചബിൾ ആയിട്ടുള്ള മൂൺലൈറ്റിൽ മാത്രം വിസിബിൾ ആയിട്ടുള്ള പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡോറ്. പാസ്വേഡ് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ എന്ന് ഈ എപ്പിസോഡിൽ നാർവി പറയുന്നുണ്ട്. അന്ന് ലോർഡ് ഓഫ് ദ റിങ്സില് സേഫ് ഫ്രണ്ട് ആൻഡ് എൻറ്റർ എന്ന് ഫ്രോഡോ ബാഗിൻസ് പറയുന്നുണ്ട്. അതായത് എൽവൻ ഭാഷയിൽ ഫ്രണ്ട് എന്ന് അർത്ഥം വരുന്ന വാക്ക് ഉച്ചരിച്ചാൽ മാത്രമേ ഈ വാതിൽ തുറക്കുകയുള്ളൂ. ആ പാസ്വേഡ് മെലൻ എന്നായിരുന്നു. ഗാൻഡാൽഫ് LOTRല് ഇത് പറയുമ്പോഴാണ് ആ വാതില് തുറന്നത്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷെ സൗറോണിന്റെ മുഖത്ത് മാത്രം വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൽസിനും അതുപോലെ ഡ്വാർഫ്സിനും വേണ്ടിയിട്ടുള്ള മോതിരങ്ങളുടെ പണി കഴിഞ്ഞു. പക്ഷെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇനി 9 മോതിരങ്ങള് അത് പണിതിട്ടില്ല. അതില് സൗറോൺ നിരാശനായിരുന്നു. കെലിബ്രിംബോറുമായിട്ടുള്ള സംഭാഷണത്തില് സൗറോൺ ഇത് സൂചിപ്പിക്കും ഈ ഒരു എപ്പിസോഡിൽ. എന്നാൽ മനുഷ്യര് ഒരുപാട് വൾണറബിൾ ആണെന്നും പറഞ്ഞ് കെലിബ്രിംബോർ അവർക്ക് വേണ്ടിയിട്ടുള്ള മോതിരം പണിയാനായിട്ട് തയ്യാറാവില്ല. ഇതിൽ സൗറോൺ അസ്വസ്ഥനായിട്ട് പറയും, ഓക്കെ, തനിക്ക് പണിയാൻ പറ്റില്ലെങ്കിൽ ബാക്കി 9 മോതിരം ഞാൻ പണിതുകൊണ്ടെന്ന് പറയും. ഈ സംഭാഷണത്തിനിടെ കെലിബ്രിംബോർ സൗറോണിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൽ വിത്തുകൾ പാകി അത് അവരുടെ തന്നെ ചിന്തകളുടെ ഫലമാണ് എന്ന് അവരെ സ്വയം വിശ്വസിപ്പിക്കുന്ന ഒരു മൈൻഡ് ഗെയിം സൗറോൺ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നുണ്ട്. നേരത്തെ ഏതോ ഒരു എപ്പിസോഡിൽ ഗലാഡ്രിയയിൽ കണ്ട വിഷന്റെ അത് ശരിക്കും സംഭവിക്കുന്നത് ഇവിടെ നാം കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ന്യൂമിനോറിലെ ഫാരസോൺ ആളുടെ മോനായിട്ടുള്ള കെമനുമായിട്ട് ചേർന്നിട്ടൊരു ദുർഭരണം ആരംഭിക്കുന്നുണ്ട്. ഫാരസോണിനെ എതിർക്കണമെന്ന് എലൻഡിൽ രാജ്ഞിയായ മിരിയലിനോട് പറയുന്നൊക്കെയുണ്ട്. പക്ഷെ രാജ്ഞി അതിന് സമ്മതിക്കില്ല. എലൻഡിൽ തൊട്ടതിന് ശേഷം പലാൻഡിർ നേരത്തെ കാണിച്ചിരുന്ന വിഷന് പകരം മറ്റൊരു വിഷനാണ് കാണിക്കുന്നത് എന്നതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. ഇതെല്ലാം എന്തിന്റെയൊക്കെയോ തുടക്കമാണെന്നും ന്യൂമിനോറിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കപ്പലിലേക്ക് തിരിച്ച് പോകണമെന്നും രാജ്ഞി പറയും ആളുടെ അടുത്ത്. ഫാരസോൺ രാജ്ഞിയോട് കൂറ് പുലർത്തുന്ന എല്ലാവരുടെയും സ്ഥാനമാനങ്ങൾ തിരികെ വാങ്ങി അവരെയൊക്കെ തരം താഴ്ത്തും. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കെമനും എലൻഡിലിന്റെ പുത്രിയായിട്ടുള്ള ഇയാരിയനുമാണ്. എലൻഡിലും ഇയാരിയനും ഇതിനെ ചൊല്ലിയിട്ട് ചെറിയ സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. തന്റെ വാള് കെമനെ ഏൽപ്പിച്ച് തിരിഞ്ഞു നടക്കുന്ന ക്യാപ്റ്റൻ എലൻഡിലിനെ വാലന്റിൽ ഉൾപ്പെടെ അവിടെ കൂടിയവരെല്ലാം ബഹുമാനിക്കുന്നതിൽ കെമൻ നീരസം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വില പോകില്ല. ഫാരസോൺ പാലന്റീറിന്റെ വെച്ചെടുത്ത് ചെന്നിട്ട് അത് പരിശോധിക്കുന്നതും ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. കെലിബ്രിംബോർ അയച്ച കത്ത് ഹൈക്കിങ് വായിക്കും. സൗത്ത് ലാൻഡ് കമാൻഡറുമായി തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുന്ന ഹൈക്കിങ് തന്റെ കൈവിരലിലെ മോതിരത്തിന്റെ പ്രഭാവം കാരണം കുറെ അസ്വസ്ഥതപ്പെടുന്നതും അത്തരത്തിലുള്ള കുറെ വിഷൻസ് കാണുന്നതും ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അതായത് ലൈക്ക് സൗറോണിനെ കാണുന്നുണ്ട്, പിന്നെ കുറെ മത്സ്യങ്ങൾ പൊന്തിക്കിടക്കുന്നത് കാണുന്നുണ്ട്. ഇതേസമയം എൽറോണ്ടും സംഘവും ഓർക്കുകളെ കുറിച്ചുള്ള വിവരം ഹൈക്കിങ്ങിനെ അറിയിക്കാനായിട്ട് പാഞ്ഞു വരുന്നുണ്ട്. മോതിരങ്ങൾ പണിയാനായിട്ട് കെലിബ്രിംബോറിനെ സമീപിച്ചതിലെ ശരിയില്ലായ്മയെ കുറിച്ചിട്ട് ഡ്യൂറിൻ ഫോറും അതുപോലെ തന്നെ വൈഫ് ദിശയും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് തങ്ങളുടെ മകളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്യൂണിങ് ക്രിസ്റ്റൽ അത് ദിശയുടെ കയ്യിൽ നിന്ന് വീണ് ഉരുണ്ടുപോകുക. അതിന് പിന്നാലെ പോകുന്ന ദിശ ഒരു ജീവി മുരളുന്ന ശബ്ദം കേട്ട് ഭയന്ന് വിറയ്ക്കുന്നു. അതിന്റെ ശബ്ദത്തിൽ അവിടെയുള്ള കുളത്തിലെ വെള്ളം അലയടിച്ചു പൊങ്ങുന്നു. ഇത് ലോർഡ് ഓഫ് ദ റിങ്സിൽ കാണുന്ന വാച്ചർ ആണോ അതോ ബാർലോഗ് ആണോ എന്ന് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് കണ്ടു തന്നെ അറിയണം.
കിങ് ഡ്യൂറിൻ മറ്റു ഡാവൻ സാമ്രാജ്യങ്ങളിലെ പ്രതിനിധികളെ ഈ നേരത്തെ വിളിച്ചു കൂട്ടിയിട്ട് മോതിരങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ദിശ കേട്ട ആ ക്രിയേച്ചറിന്റെ ശബ്ദത്തെ, അലർച്ചയെ കുറിച്ച് ഡ്യൂറിൻ 4 കിങ് ഡ്യൂറിന് മുന്നറിയിപ്പ് നൽകുക. അത് വകവെക്കാതെ ഖസാക്കിഡൂമിൽ ഒരുപാട് സ്വർണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടെന്നും മൈനിങ് നിരോധിച്ച മേഖലകളിലെല്ലാം മൈനിങ് ആരംഭിക്കണമെന്നും കിങ് ഡ്യൂറിൻ നാർവിയോട് ആജ്ഞാപിക്കുന്നു. കെലിബ്രിംബോറിന്റെ വർക്ക്ഷോപ്പിൽ ബാക്കി 9 മോതിരങ്ങളുടെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടെ മോതിര അണിഞ്ഞു നോക്കിയ മെറിദാനിയ പെട്ടെന്ന് അപ്രത്യക്ഷയാകുകയും അവിടെ ഇരുന്ന ടൂൾസ് ഏതാണ്ട് വായുവിൽ പറന്നു പൊന്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് കുറെ അപകടങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു വിധത്തിൽ കെലിബ്രിംബോർ കാര്യങ്ങൾ വരുതിയിലാക്കും. മുന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതലും മിത്രിൽ ഈ ഉരുക്കിലേക്ക് ചേർത്ത് എന്ന് കേട്ട് കെലിബ്രിംബോർ അസ്വസ്ഥനാണ്. ലോർഡ് ആനറ്റാറിൽ കെലിബ്രിംബോറിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. മോതിരം കിങ് ഡ്യൂറിനെ വല്ലാതെ അത്യാഗ്രഹിയാക്കുന്നത് കണ്ട് ഇതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഡ്യൂറിൻ 4 അന്നേരം കെലിബ്രിംബോറിനെ കാണാനായിട്ട് എത്തും. ലോർഡ് ആനാറ്റാറിലുള്ള തന്റെ സംശയം കെലിബ്രിംബോറിനോട് ഡ്യൂറിൻ പറയുന്നുണ്ട്. ന്യൂമിനോറിൽ മരിച്ചവർക്കുള്ള അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങ് അത് ഫാരസോണിന്റെ ആജ്ഞ അനുസരിച്ച് കെമനും കിങ്കരന്മാരും കൂടി തടസ്സപ്പെടുത്തും. അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവും. വാലന്റിലിനെ കെമൻ പുറകിൽ നിന്നും വാള് കുത്തിയിറക്കി വധിക്കും. എലന്റിലിനെ പിടിച്ചു കെട്ടാനായിട്ട് കിങ്കരന്മാരോട് ആജ്ഞാപിക്കുകയും ചെയ്യും. ഇതേസമയം റീജിയോണിലെ കെലിബ്രിംബോറും ലോർഡ് ആനറ്റാറും തമ്മിൽ മോതിരങ്ങൾ ഉണ്ടാക്കിയതിലെ പിഴവുകളെ കുറിച്ച് ആർഗ്യുമെന്റ്സ് നടക്കുകയാണ്. നാം വഞ്ചന കാണിച്ചു, ഹൈക്കിങ്ങിനോട് ഫോർജിങ് എല്ലാം നിർത്തിയെന്നും കള്ളം പറഞ്ഞ് കത്തെഴുതിയതിനാലാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് ആനറ്റാർ കെലിബ്രിംബോറിനോട് പറയുന്നുണ്ട്. ഇതിന് 2 പ്രതിവിധികളും ലോർഡ് ആനറ്റാർ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നുകിൽ ഹൈക്കിങ്ങിനോട് സത്യം തുറന്നു പറയാം, അത് നടപടിയാവില്ല. അല്ലെങ്കിൽ ബാക്കി 9 മോതിരങ്ങൾ ഉണ്ടാക്കുന്നതിന് കെലിബ്രിംബോർ തന്നെ നേതൃത്വം കൊടുക്കാം. ലോർഡ് ആനറ്റാർ എന്ന പേരിൽ സൗറോൺ തന്നെ കബളിപ്പിക്കുന്നത് മനസ്സിലാവാതെ കെലിബ്രിംബോർ ബാക്കി 9 മോതിരങ്ങൾ കൂടെ പണിയാനായിട്ട് തീരുമാനിക്കുകയും പണി തുടങ്ങാനായിട്ട് ജോലിക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്യും. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു കെലിബ്രിംബോർ. ആൾ അസ്വസ്ഥനായിരുന്നേ. മോതിരത്തിൽ എന്തോ ദുഷ്ടപ്രഭാവം ഉണ്ട് എന്ന് പിതാവിനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പോയ പ്രിൻസ് ഡ്യൂറിന് കൊട്ടാരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനമാനങ്ങളും കിങ് ഡ്യൂറിൻ തിരികെ നൽകും. ദിശ ഇതറിഞ്ഞിട്ട് അസ്വസ്ഥയാവും. ഒരിക്കൽ പോലും ആ മോതിരത്തിൽ ഒന്നുപോലും എടുത്ത് അണിയരുത് എന്ന് പ്രിൻസ് ഡ്യൂറിനെ കൊണ്ട് ദിശ സത്യം ചെയ്യിപ്പിക്കുന്ന ഒരു സീനുണ്ട്. എങ്കിലും ഡ്യൂറിന്റെ ഒരു ഭാവമാറ്റം ഉണ്ട്. അത് കാണിച്ചുകൊണ്ട് ആ സീൻ ക്യാമറ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയോ വേണ്ടാത്തത് ഓൾറെഡി സംഭവിച്ചോ എന്ന് പ്രേക്ഷകന് തോന്നിപ്പോകും. ഓർക്കുകളുടെ സംഘം ഈ സമയത്ത് ഇരീജിയോണിനടുത്ത് എത്തുന്നുണ്ട്. എൽറോണ്ടും ഹൈക്കിങ്ങിന്റെ അടുത്ത് എത്തി ഓർക്കുകള് ഇരീജിയോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നത് അറിയിക്കുന്നുണ്ട്. സൈന്യത്തെ അവിടേക്ക് അയക്കാനായിട്ട് ഹൈക്കിങ്ങിനോട് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ ആവശ്യം നിരസിക്കും. എന്നിട്ട് പറയും അദാറിനെയും സൗറോണിനെയും നമുക്ക് ഒന്നിച്ച് നേരിടാനാവില്ല എന്ന്. ഹൈക്കിങ് ഇനി ഇതിൽ ആരുടെ പക്ഷം ചേരും, ഇനി ചേരുമോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു. ഓർ ക്യാമ്പിൽ തടവിലാക്കപ്പെട്ട ഗലാഡ്രിയൽ രക്ഷപ്പെടാനായി അദാറിനെ ആക്രമിക്കുന്നുണ്ട്. സൗറോണിനെതിരെ യുദ്ധം ചെയ്യാൻ തങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് അഡാർ ഗലാഡ്രിയലിനോട് പറയുന്നു. ഇതേ സമയം ഇരീജിയോണിൽ സ്വർണം ഉരുകുന്നത് നോക്കി ലോർഡ് ആനറ്റാർ എന്ന സൗറോൺ നിൽക്കുന്നു. ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട ട്രോളുകൾ കമന്റ് ചെയ്യണം. നെക്സ്റ്റ് എപ്പിസോഡ് ഇനി നെക്സ്റ്റ് വീക്ക് റിലീസ് ആവും. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 19. അപ്പോ ഇനി ഓണമൊക്കെ കഴിഞ്ഞ് കാണാം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പൊ സൈനിങ് ഓഫ്, തൃശ്ശൂർ എന്നുള്ള നിങ്ങളുടെ സ്വന്തം മലയാളി. ബൈ.